ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇന്ത്യൻ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം രാജസ്ഥാനിലെ മിലിറ്ററി ക്യാമ്പ് സന്ദർശിച്ചു. രാജസ്ഥാനിലെ മിലിറ്ററി ക്യാമ്പ് എന്ന് പറയുന്നത് വളരെ വളരെ വലിയ മിലിറ്ററി ക്യാമ്പാണ്. കാരണം പാകിസ്ഥാൻ ബോർഡറുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്, ബോർഡറിലാണിത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട്, ക്യാമ്പിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ പണ്ടുള്ള ഇന്ത്യ പാക് യുദ്ധം നടന്നതിൻ്റെയൊക്കെ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ പിടിച്ചെടുത്ത വിമാനങ്ങൾ, അവരുടെ അന്നത്തെ വലിയ പീരങ്കികളി പിടിച്ചെടുത്തത് എല്ലാം അമേരിക്കനാണ് മിക്കതുമൊക്കെ. ഇതെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ ഒരു മ്യൂസിയം തന്നെ ഉണ്ട്. ആ മ്യൂസിയത്തിനോട് അനുബന്ധിച്ചുള്ള ഇവരുടെ മിലിറ്ററിയുടെ ഞാൻ അവിടെ പോയി. വളരെ വലിയൊരു സ്വീകരണം ഒക്കെ എനിക്ക് അവരന്ന് തരികയും ചെയ്തു. ഞാൻ സർവീസിലുള്ള സമയത്താണ്, ഹൈക്കോടതി ജഡ്ജിയായിട്ടിരിക്കുമ്പോഴാണ്. അവിടെ ഞാൻ പോയി, അതെല്ലാം കാണാനിടയായി. വളരെ നല്ലൊരു ജയ്സാൽമീർ പോയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ഇത് രണ്ടും തന്ത്രപ്രധാന മേഖലകളാണ് യഥാർത്ഥത്തിൽ. അവിടെ കാണാൻ തന്നെ പോയതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഉപേന്ദ്ര ദ്വിവേദി, നമ്മുടെ കരസേനാ മേധാവി, അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അതായത് ഇനി പാകിസ്ഥാൻ ഇതേപോലെ ഭീകരപ്രവർത്തനങ്ങൾ തുടരാനുള്ള ശ്രമം ഉണ്ടായാൽ അതിനെ ഗൗരവത്തോടു കൂടി കാണും. ഒരു രണ്ടാം ഓപ്പറേഷൻ സിന്ദൂർ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ രണ്ടാം ഭാഗം അരങ്ങേറുകയും ചെയ്യും. പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ കാണത്തില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കി. അപ്പോൾ ഇത് പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. കാരണം അവിടെ ഈ പാകിസ്ഥാൻ ഈ രീതിയിൽ ഇങ്ങനെ ആണ് ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞുകൊണ്ടേ ഉണ്ടല്ലോ, പാകിസ്ഥാന് ഭയങ്കര വലിയ പ്രശ്നമായി. പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഖ്വാജ ആസീഫ് പെട്ടെന്ന് പറഞ്ഞത് എന്തോന്നറിയോ, വളരെ കാര്യമായിട്ടാണ്. ഇത് ഇന്ത്യ ഇനി ഒരു യുദ്ധത്തിന് പാകിസ്ഥാനോട് വരരുത്, ഉണ്ടായാൽ ഇനി ഇന്ത്യ തകർന്നു വീഴുന്ന യുദ്ധവിമാനങ്ങളുടെ അടിയിൽ ഇന്ത്യ മൊത്തം ആ സൈനികരെല്ലാം അമർന്നു പോകും എന്നാണ് അയാൾ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ മെയിലുണ്ടായ യുദ്ധത്തിലെ പരാജയം, ഇന്ത്യയുടെ പരാജയം എന്നാണ് അവൻ്റെ ആഗ്രഹമാണ് ഈ പറയുന്നതൊക്കെ. അവൻ സ്വപ്നം കണ്ടതാണിത്, അല്ലാതെ വേറൊന്നുമല്ല. അവൻ്റെ ആലോചനയാണ്, അവൻ്റെ ഇഷ്ടമാണ്. നമ്മളതിന് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം അവൻ്റെ ആഗ്രഹം അതാണ്. അവൻ പറയുന്നത് ഇന്ത്യ മേയിലെ യുദ്ധത്തിൽ ഇന്ത്യ തകർന്നെന്നും തരിപ്പണമായെന്നും ഇന്ത്യ തോറ്റുപോയെന്നും ആ തോൽവിയുടെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തുന്നതെന്നുമാണ് ഈ വൃത്തികെട്ടവൻ വിളിച്ചു പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കാല് പിടിച്ചാണ് യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചത്. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ കാണത്തില്ലായിരുന്നു. ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഞാനിപ്പോഴും പറയുന്നത്, അവിടെ വെച്ചത് അവസാനിപ്പിച്ചതാണ് പ്രശ്നം. അതല്ല വേണ്ടത്. ഇങ്ങനൊരു രാജ്യം വേണ്ട ഭൂപടത്തിൽ എന്ന് അന്ന് തന്നെ തീരുമാനിക്കാമായിരുന്നു. ഇനി അപ്പോൾ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, അന്ന് ഓപ്പറേഷൻ സിന്ദൂർ 1 കാണിച്ച സംയമനം ഉണ്ടല്ലോ, ശരിയാണ്, ഇന്ത്യൻ സൈന്യം കാണിച്ച സംയമനം. കാരണം ഗവൺമെൻറ് പറഞ്ഞ അനുസരിച്ച് ഇന്ത്യൻ സൈന്യം അത് നിർത്തിയതാണ്, യുദ്ധം നിർത്തിയതാണ്. ആ സംയമനം ഇനി പാലിക്കേണ്ട കാര്യമില്ല, ഇനി പാലിക്കത്തുമില്ല. ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായാൽ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 2ാം പതിപ്പുണ്ടായാൽ ഇനി അത് കാണിക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു രാഷ്ട്രം, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഭൂപടത്തിൽ അവശേഷിക്കത്തില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. വളരെ കാര്യമായിട്ടല്ലേ പറഞ്ഞു. എന്നിട്ട് മാത്രമല്ല, അദ്ദേഹം നമ്മുടെ പട്ടാളക്കാരോട് പറഞ്ഞ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം ഉടനെ വീണ് കിട്ടും. കാരണം യവന്മാർക്ക് അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ടുണ്ടാക്കിയ ഒരു പ്രതിരോധ കരാറൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വളരെ വലിയ അഹങ്കാരമായി. മാത്രമല്ല, ഇവരുടെ അസിം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ മേധാവി ഉണ്ടല്ലോ, പട്ടാള മേധാവി, അവനെ ട്രംപിനെ ഒക്കെ പോയി കണ്ട് എല്ലാം റെഡിയാക്കി. എന്നിട്ട് പറഞ്ഞു, ട്രംപിനെ പോയി എന്തെന്നറിയോ, ഉപകാരസ്മരണയാണ്. എന്തിനാ കാരണം ഞാൻ പറയുന്നില്ല, ഉപകാരസ്മരണയാണ്. അതിന് പോയിട്ട് ട്രംപിന് നോബൽ സമ്മാനം കിട്ടാൻ അർഹതയുള്ളതാണെന്ന് പറഞ്ഞു. ട്രംപ് ഉടനെ ചാപ്പാടൊക്കെ കൊടുത്തു കേട്ടോ. അതുമൊക്കെ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് പാകിസ്ഥാനിൽ നിന്ന് നേരെ അതായത് നൊബേൽ സമ്മാനം ഇയാൾക്ക് കൊടുക്കണം, സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം ട്രംപിന് അവകാശപ്പെട്ടാണ് അത് കൊടുക്കണം. അതിനേറ്റവും അർഹൻ ട്രംപാണ്
എന്നങ്ങ് പറഞ്ഞു. അതോടെ ട്രംപ് വീണു. പിന്നെ ട്രംപ് അങ്ങനെ ഇന്ത്യയെ സഹായിക്കുന്നേ? പാകിസ്ഥാനല്ല സഹായിക്കുള്ളൂ. കാരണം ട്രംപിന് നോബൽ സമ്മാനത്തിന് അർഹനാണെന്നും സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം മാടപ്രാവല്ലേ അയാൾക്ക് അത് കിട്ടാനുള്ള അർഹനാണെന്ന് പാകിസ്ഥാൻ വിളിച്ചു പറഞ്ഞു. ഇനി ഇത് മാത്രമല്ല, ഇപ്പോൾ ഇതിന് ശേഷം ഉണ്ടായത്, കാരണം ഇന്ത്യയെ എതിരെ നേരിടാൻ ഒക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് അവിടെ ഗ്വദർ എന്ന് പറയുന്ന തുറമുഖം, അത് അറബിക്കടലിനോട് ചേർന്നുള്ള തുറമുഖമാണ്. ആ വശത്ത് തന്നെ വരുന്നതാണ് പാകിസ്ഥാനിലുള്ള ഗ്വദർ. ആ തുറമുഖം എന്ന് പറയുന്നത് ഇപ്പോൾ ചൈനയ്ക്ക് തീരെഴുതി കൊടുത്തേക്കാണ്. അത് ചൈനയുടെ വകയാണ്. യുവന്മാരുടെ രാജ്യമൊക്കെ തന്നെ, പക്ഷേ അത് ചൈനയുടെ വകയാണ്. നമ്മുടെ കൊളംബോയിലെ തുറമുഖം പോലെ തന്നെയാണ്. അത് ചൈനയുടെ വകയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ തുറമുഖത്തു നിന്നും വെറും 112 കിലോമീറ്റർ മാത്രം മാറി ഇന്ത്യയോട് അടുത്ത് വരും, കുറച്ചുകൂടെ ഇങ്ങോട്ട് വരും. അവിടെ പസ്നി എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട്. ആ തുറമുഖം അമേരിക്കയ്ക്ക് കൊടുക്കാൻ വളരെ സന്നദ്ധത ഇവരറിയിച്ചേക്കാണ്. അസീം മുനീർ അതിനായിട്ട് അവിടെ പോയി ട്രംപിനെ കണ്ടു, അവർ സംസാരിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ അമേരിക്കൻ അധികൃതർ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ അത് അംഗീകരിക്കുന്നില്ല, ശരിയാണെന്ന് അവർ സമ്മതിക്കുന്നില്ല. ഏതായാലും ഈ പസ്നി തുറമുഖം എന്ന് പറയുന്നത് അവിടെ അത് അമേരിക്കയുടെ കയ്യിലായാലുള്ള കുഴപ്പം, അമേരിക്കയ്ക്ക് ഒരു പുതിയ താവളമാണ് അവിടെ കിട്ടുന്നത്. തന്ത്രപ്രധാന മേഖലയിൽ അവിടെങ്ങും ആ ഭാഗത്തെങ്ങും അവർക്കില്ല. ഒരു മേഖലയിൽ ഒരു സ്ഥാനം ഉറപ്പിച്ച് കിട്ടുക. എന്തിനാണെന്നറിയും ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? ഇന്ത്യയും ചൈനയും നോക്കിയാണ് ഇതെല്ലാം ഒരു പാകിസ്ഥാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പം ചൈന ഇന്ത്യയുമായിട്ട് അടുക്കുന്ന ഒരു ലക്ഷണം ഇവർ കാണുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൗദി പോയി ഇങ്ങനെ അവരെ പറഞ്ഞ് പറ്റിച്ചേതായാലും ഇങ്ങനൊരു കരാറിൽ ഏർപ്പെട്ടു. ഇനി ഇതേപോലെ വേണ്ടത് അതിൽ നിന്ന് ആ ഖദർ തുറമുഖത്തിൽ നിന്ന് വെറും 112 കിലോമീറ്റർ മാത്രം മാറിയാണ്. അത് ചൈനയ്ക്കും വലിയ ഭീഷണിയാണ് ആ തുറമുഖത്തിന്. ഇവിടെ ഇവരുടെ താവളം വരിക, സൈനിക താവളം തന്നെയാണ് അവിടെ വരാൻ പോകുന്നത്, ഒരു സംശയമില്ല. വന്നാൽ പക്ഷേ അങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. കാരണം അത് ചൈന സമ്മതിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല, നമുക്ക് തോന്നുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് എതിർപ്പുകൾ അമേരിക്കയുടെ ഭാഗത്ത് തന്നെ, അമേരിക്കയിൽ തന്നെ അതിന് എതിർപ്പുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനൊരു ഒരു 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 കാര്യം കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? അവന്മാരൊക്കെ പറ്റുന്നതുകൊണ്ട് ഉള്ള വൃത്തികേടുകൾ മുഴുവൻ കാണിക്കണം. അവിടെ സ്വന്തം ജനങ്ങളുടെ മണ്ടേ ബോംബിട്ടിട്ടാണ് ഇവിടെ പറയുന്നത് കാശ്മീരിലെ യുവതികൾ ലൈംഗികമായിട്ടുള്ള ഭീഷണി നേരിടുന്നെന്നും അവരുടെ മേലിൽ ലൈംഗിക അതിക്രമം നടക്കുന്നെന്നും ഒക്കെ വിളിച്ചു പറയുന്നവന്മാർ അവിടെ പട്ടാളക്കാർക്ക് ഉത്തരവ് കൊടുത്തിട്ടാണ്. എന്താണെന്നറിയോ? അവിടുത്തെ എല്ലാ സ്ത്രീകളെയും, അതായത് പാക് ഹദീസ് എന്ന കാശ്മീരിലെ, അവരെ അങ്ങ് ബലാത്സംഗം ചെയ്തോളാൻ സൈനികർക്ക് അവന്മാരെല്ലാം ഉത്തരവും കൊടുത്ത് അതിന് അവകാശമുണ്ടെന്നും കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇന്ത്യ ഇതുപോലെ ആക്ഷേപിക്കുന്നത്. എന്നിട്ട് അവിടുത്തെ ജനങ്ങളുടെ മേളിൽ ബോംബിടുകയാണ്. പാകിസ്ഥാൻ മിലിറ്ററി അവരുടെ ജനങ്ങൾക്ക് മേളിൽ ബോംബിട്ട് അവരെ അമർച്ച ചെയ്യുന്ന നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവന്മാരാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള പണികൾ ചെയ്യുന്നത്. അവർക്കിനി അവിടെ ഭീകരത വളർത്തിക്കൊണ്ടിരിക്കണം. അതേ അവർക്കുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഭീകരത വളർത്തണം. ഇന്ത്യക്കെതിരെ ഭീകരത അവർക്ക് പ്രയോഗിക്കണം, അത് തുടർന്നും പ്രയോഗിക്കണം. എന്നാലേ അവിടെ അവന്മാർക്ക് പിടിച്ചു ചെയ്യാൻ മാർഗമുള്ളൂ. അതിന് ചെയ്യുന്ന പണിയാണത്. അതിനുവേണ്ടിയാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. ഇതുപോലെ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ഇന്ത്യക്കെതിരെ ആക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. ഇനി ഇന്ത്യൻ മിലിറ്ററിയെ ഇന്ത്യയെ കയറി ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ വിവരം അറിയും. ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞതുപോലെ തന്നെ അവിടെ ഇനി പട്ടാളക്കാർ, നമ്മുടെ പട്ടാളക്കാരുണ്ടല്ലോ, ഇനി കൊല്ലപ്പെടാനൊന്നും അവർ തയ്യാറാകത്തില്ല. എന്നിട്ട് മാത്രമല്ല, നമ്മുടെ ഈ വ്യോമസേനാ മേധാവി പറഞ്ഞത് എന്താണെന്നറിയോ? പറഞ്ഞത് പാകിസ്ഥാൻ്റെ 10 യുദ്ധവിമാനങ്ങൾ F-16 F-17 ഉൾപ്പെടെയുള്ള 10 വിമാനങ്ങൾ തകർത്തു എന്നാണ്, വെടിവെച്ചിട്ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അല്ലാതെ അവിടെ അവിടെ മിസൈലിൽ തകർന്ന എത്ര വിമാനങ്ങൾ വേറെയുണ്ട് പാകിസ്ഥാൻ്റെ? അതൊക്കെ നമ്മൾ പടത്തി കണ്ടതല്ലേ, എല്ലാവരും കണ്ടതല്ലേ. എന്നിട്ട് പറയുന്നത് ഇന്ത്യയുടെ അത് ചെയ്തു ഇത് ചെയ്തു. നമുക്ക് ന്യായമാണ്, നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ഒരു യുദ്ധം വരുമ്പോൾ. ചിലതൊക്കെ, അതായത് ആക്രമിക്കാൻ പോകുന്ന ചില വിമാനങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും. അതൊന്നും അല്ല കാര്യം. പാകിസ്ഥാൻ ഏതാണ്ട് തരിപ്പണമാക്കിയായിരുന്നു ഇന്ത്യ. കുറച്ചുകൂടെ ആയിരുന്നെങ്കിൽ അവിടെ ഒന്നും കാണത്തില്ല. അത് മനസ്സിലാക്കിയപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. ഏതായാലും എങ്ങനെയെങ്കിലും ഇതങ്ങ് തീർത്തായത്. അപ്പോൾ എന്നിട്ട് നന്ദി പറയുക.
അതായത് ഇന്ത്യയും അവിടെ യുദ്ധം അവസാനിപ്പിച്ചതിന് പാകിസ്ഥാൻ ഇതും പറയുന്നുണ്ട്. അവന്മാർ ട്രംപിന് നന്ദി പറയുന്നത് എന്തിനെന്നറിയോ? യുദ്ധം അവസാനിപ്പിച്ചതിന്. എന്നിട്ടാ പറയുന്നത് ഇന്ത്യ തോറ്റോടിയതാണെന്ന്. നാണമില്ലേ ഇവനൊക്കെ ഇതൊക്കെ പറയാൻ? ഇതൊക്കെ ഇവൻ്റെ സ്വപ്നങ്ങളാണ്, ഇവൻ്റെ ആഗ്രഹങ്ങളാണ്. നടക്കാത്ത സ്വപ്നം, നടക്കാത്ത ആഗ്രഹം. സമയം 2:30 നൊബേൽ സമ്മാനം ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം. അതൊന്ന് കാണണം. ഇപ്പോൾ ഏതായാലും പാകിസ്ഥാൻ ഇത് നമ്മുടെ ട്രംപിന് കൊടുക്കണമെന്ന് ഉള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയതല്ലേ. എല്ലാം എഴുതി ഇതാണ്. പാകിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കിട്ടുമല്ലോ പ്രഖ്യാപനം. അതായത് ട്രംപ് ആണെങ്കിൽ എല്ലാവരെയും വിരട്ടി കാര്യങ്ങൾ സാധിച്ചുകൊണ്ടിരുന്നു. വിരട്ടി ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ചുങ്കമൊക്കെ ഏർപ്പെടുത്തി ഇന്ത്യയെ പോലും വരുതിക്ക് വരുത്താനൊന്ന് ശ്രമം നടത്തി. പക്ഷേ അതൊന്നും നടന്നില്ല. അതൊന്നും ഇന്ത്യ മൈൻഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നോബൽ സമ്മാനത്തിന് എനിക്കാണ് അർഹത എന്നൊക്കെ ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി ട്രംപിന് എന്താവും എന്നിപ്പോൾ നമുക്ക് കാണാം. പ്രഖ്യാപനം വരുന്നു. ട്രംപിന് നൊബേൽ സമ്മാനം സ്വാഹ. അത് കിട്ടിയത് വെനിസ്വേലയിലെ മരിയ കൊറീന മച്ചാഡോ എന്ന് പറയുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ പോരാട്ടത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയ ഒരു വനിതയ്ക്കാണ് ഇത് കിട്ടിയേക്കുന്നത്. വെനിസ്വേലക്കാരി, അവർക്കാണ് കിട്ടിയേക്കുന്നത്. അത് വളരെ അർഹതയുള്ളതാണ്. അവരൊരുപാട് വലിയ പോരാട്ടങ്ങൾ നയിച്ചവരാണ്. ട്രംപിനെ പോലെ വായാടിത്തരം കാണിച്ചുകൊണ്ട് നടന്ന സ്ത്രീയല്ല. അവർ ജനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിച്ച സ്ത്രീയാണ്. അവർക്ക് എന്തുകൊണ്ടും അർഹതപ്പെട്ടതാണ് ഈ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം. ഏതായാലും അത് കിട്ടി. ഏതായാലും പാകിസ്ഥാൻ ഇത് കൊടുക്കാൻ കാത്തിരുന്നു. ഇനി പാകിസ്ഥാൻ എന്തെടുത്ത് കൊടുക്കും ട്രംപിന്? അതാണ് എനിക്കറിയാൻ വയ്യാത്തത്.